സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും ഏറ്റെടുത്ത നിലപാടിൽ ഉറച്ച സർക്കാർ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാകും സ്വാശ്രയ പ്രവേശനമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി. മാനേജ്മെന്റുകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന് ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഈ സ്വാശ്രയ കോളേജിലടക്കം മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അലോട്ട്മെൻറ്റ് നടക്കണം. അതിൽ വേറെ ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. അതേസമയത്ത് കോളേജിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ രീതിയിൽ ഇതിനകത്ത് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് ക്രമീകരിക്കുക, അത് ഏറ്റവും ശരിയായ ഒരു രീതിയിൽ ക്രമീകരിക്കണം. ഇപ്പോൾ മാനേജ്മെൻറ്റ് ചിലപ്പോൾ വലിയ ഫീസൊക്കെ പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കാനൊന്നും ഗവൺമെൻറ് തയ്യാറല്ല. പക്ഷേ എവിടെയാണ് ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ക്രമീകരിക്കുക, അത്ര മാത്രമേ സർക്കാരിൻ്റെ മുന്നിലുള്ള കോളേജുകളോട് ശത്രുതാപരമായ സമീപനമൊന്നും സ്വാശ്രയ കോളേജുകളോട് കാണിക്കുന്നില്ല. അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവരുത്, അവിടെ സാമൂഹ്യനീതിയുടെ ലംഘനം ഉണ്ടാവരുത് എന്ന് മാത്രമേ സർക്കാരിന് ആഗ്രഹമുള്ളൂ. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലും പ്രവേശനം നടത്താനുള്ള സർക്കാർ നടപടിയിൽ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധവും കരാറുകളുടെ ലംഘനവുമാണെന്ന് ഹർജിയിൽ പരാമർശം. കേസ് വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ക്രിസ്ത്യൻ പ്രൊഫഷണൽ മെഡിക്കൽ മാനേജ്മെന്റ് ഫെഡറേഷന്റെ കീഴിലുള്ള 4 കോളേജുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും ഏറ്റെടുത്ത സർക്കാർ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധവും കരാറുകളുടെ ലംഘനവുമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ അമല, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, തിരുവല്ല പുഷ്പഗിരി, തൃശൂർ ജൂബിലി മിഷൻ എന്നീ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മെഡിക്കൽ കോളേജുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. മുൻ സർക്കാരുമായി 3 വർഷത്തേക്ക് തങ്ങൾ കരാറുണ്ടാക്കിയിരുന്നതായി മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ കരാറുകൾ നിലനിൽക്കെ സീറ്റുകൾ സർക്കാർ ഏറ്റെടുക്കുന്നത് കരാറുകളുടെ ലംഘനമാണ്. സർക്കാർ നടപടി ന്യൂനപക്ഷാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മാത്രമല്ല, തങ്ങൾ ഇതിനകം പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞതായും മാനേജ്മെന്റുകൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജി വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. രാവിലെ കൊച്ചിയിൽ യോഗം ചേർന്ന ശേഷമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഇതേ ആവശ്യമുന്നയിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. സർക്കാർ ഉത്തരവ് നടപ്പാക്കിയാൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് മാനേജ്മെന്റുകളുടെ നിലപാട്. ഒറ്റയ്ക്കും കൂട്ടായും സർക്കാരിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കാനാണ് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മെഡിക്കൽ പ്രവേശനത്തിൽ മെറിറ്റ് സീറ്റിൽ പൂർണ്ണമായും സർക്കാർ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകണമെന്ന് SFI. ഏകീകൃത ഫീസ് എന്ന സർക്കാർ നിലപാട് അംഗീകരിക്കുന്നില്ല. ആരോഗ്യമന്ത്രിയെ നിലപാട് അറിയിക്കുമെന്നും അംഗീകരിച്ചില്ലെങ്കിൽ സമര നടപടികൾ ആരംഭിക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി M. വിജിനും പ്രസിഡന്റ് ജേക്ക് തോമസും തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഞങ്ങൾ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കും. മെറിറ്റ് സീറ്റിൽ പൂർണ്ണമായും കേരളത്തിലെ കുട്ടികൾക്ക് ഗവൺമെന്റ് ഫീസിൽ പഠിക്കാൻ ആവശ്യമായി ഇടപെടൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് SFIയുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ കാണും, ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിക്കും. ആ രീതിയിലുള്ള സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എങ്കിൽ അടുത്ത തുടർ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ അപ്പുറം ഏകീകൃത ഫീസ് വാങ്ങിക്കൊണ്ട് മെറിറ്റ് സീറ്റിലും മാനേജ്മെന്റ് സീറ്റിലും ഫീസ് അത് അംഗീകരിക്കാനാവുന്നതല്ല. മെറിറ്റ് സീറ്റിൽ പൂർണ്ണമായി ഗവൺമെന്റ് ഫീസിൽ പഠിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ. സംസ്ഥാനത്ത് സ്വാശ്രയ എഞ്ചിനീയറിംഗ് പഠനത്തിൽ വിദ്യാർത്ഥികളില്ല. പ്രവേശന നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് 19,644 സീറ്റുകൾ. 15 ബാച്ചുകളിലേക്ക് ചേരാൻ ഒരു വിദ്യാർത്ഥി പോലുമില്ല. ഒഴിഞ്ഞുകിടക്കുന്നതിൽ 13,000 മെറിറ്റ് സീറ്റുകളുമുണ്ട്. അതേസമയം മെഡിക്കൽ പ്രവേശനത്തിന്റെ ഫീസ് ഘടന സംബന്ധിച്ച പുതിയ ഉത്തരവിറങ്ങി. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് കുട്ടികളെ കിട്ടാനില്ല എന്നത് കൂടുതൽ അടിവരയിടുകയാണ് പുതിയ കണക്കുകൾ. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയായപ്പോൾ സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ 150 കോളേജുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 19,644 സീറ്റുകൾ. ആകെയുള്ള 55,404 സീറ്റുകളിൽ പ്രവേശനം നടന്നത് കേവലം 35,570 സീറ്റുകളിൽ മാത്രമാണ്. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 65% വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്രവേശനം നേടിയത്. കഴിഞ്ഞ വർഷം ഇത് 68%. 15 ബാച്ചുകളിലേക്ക് ഒരു വിദ്യാർത്ഥി പോലും പ്രവേശനം നേടിയിട്ടില്ല. കൂടാതെ ഒഴിഞ്ഞുകിടക്കുന്നതിൽ 13,000 മെറിറ്റ് സീറ്റുകളുമാണ്. 12 കോളേജുകളിൽ 60% താഴെ മാത്രമാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത്. വിവിധ കാരണങ്ങളാൽ 92 ബാച്ചുകളിലെ പ്രവേശനം സർവകലാശാല റദ്ദാക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ പ്രവേശനത്തിൽ സർക്കാർ പുതിയ ഉത്തരവിറക്കി. NRI സീറ്റിൽ 12 ലക്ഷം രൂപ ഈടാക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള കോളേജുകളിൽ NRI ഒഴികെയുള്ള സീറ്റുകളിൽ 4,40,000 രൂപയാണ് ഫീസ്. ബാക്കിയുള്ള കോളേജുകളിലെ ഫീസ് ഘടന പിന്നീടാകും തീരുമാനിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥികളുടെ സമരം ശക്തമാകുന്നു. മാനേജ്മെന്റിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ തിരുത്തും വരെ സമരം തുടരാനാണ് തീരുമാനം. സമരത്തിന് പിന്തുണയുമായി SFIയുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടന്നു. കരുണ മെഡിക്കൽ കോളേജിൽ സമരം നടത്തുന്ന MBBS വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്.
ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിച്ചത്. ഇവർ പെൺകുട്ടികളെ കമന്റടിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത മാനേജ്മെന്റ് ലേഡീസ് ഹോസ്റ്റലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാരെയാണ് നിയോഗിച്ചതെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഈ 7 മണി വരെ പഠിച്ചിട്ട് ലൈബ്രറിയിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന പെൺകുട്ടികൾ കമന്റ് അടിക്കും, അവർ ഫോട്ടോ വരെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതയുള്ളത്? ഈ കേരളത്തിൽ ഇങ്ങോളമുള്ള ജില്ലകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട്. എങ്ങോട്ട് ഓടിപ്പോവാനാ? ഇവിടുന്ന് വിളയോടി വരെ ചെന്നുമ്പോഴത്തേക്കും അവർ എല്ലാം നടത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ ഇവിടെ ജീവിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരും പുറത്തുനിന്നെത്തിയ ഒരു സംഘവും ചേർന്ന് ആൺകുട്ടികളെ മർദ്ദിച്ചിരുന്നു. ഇതോടെയാണ് സമരം ആരംഭിച്ചത്. മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി ഭയന്ന് വായ്മൂടിക്കെട്ടിയാണ് കുട്ടികൾ മാധ്യമങ്ങളെ കാണുന്നത്. സമരത്തിന് പിന്തുണയുമായി SFI നേതൃത്വത്തിൽ കരുണ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരികെ വാർത്തകളിലേക്ക്. മാരത്തോൺ താരം OP ജേഷിക്ക് റിയോയിൽ അവഗണന നേരിടേണ്ടി വന്ന സംഭവത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇടത് എംപിമാർ കായിക മന്ത്രി വിജയ് ഗോയലിന് കത്ത് നൽകിയിരുന്നു. സംസ്ഥാന കായിക മന്ത്രി EP ജയരാജൻ ജയ്ഷയെ ഫോണിൽ വിളിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അതേസമയം ജയ്ഷിയോ കോച്ചോ വെള്ളം ആവശ്യപ്പെടാത്തതിനാലാണ് വെള്ളം നൽകാതിരുന്നതെന്ന വിചിത്രവാദവുമായി അത്ലറ്റിക് ഫെഡറേഷൻ രംഗത്തെത്തി. റിയോ ഒളിമ്പിക്സിൽ മാരത്തോൺ മത്സരത്തിനിടെ വെള്ളം കിട്ടാതെ കുഴഞ്ഞു വീഴുകയും 3 മണിക്കൂർ അബോധാവസ്ഥയിൽ കഴിയേണ്ടി വരികയും ചെയ്തുവെന്ന OP ജയ്ഷിയുടെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സംഭവത്തെ തുടക്കത്തിൽ നിസ്സാരവൽക്കരിച്ച കായിക മന്ത്രാലയം വിവിധ കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതോടെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണത്തിനായി 2 അംഗ സമിതിയെ നിയോഗിച്ച കായിക മന്ത്രാലയം 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടു. സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ഇടത് എംപിമാർ കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയലിന് കത്ത് നൽകിയിരുന്നു. സംസ്ഥാന കായിക മന്ത്രി EP ജയരാജൻ ജയ്ഷയെ ഫോണിൽ വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങൾ എന്തായാലും ഇന്ത്യ ഗവൺമെൻറ്റിന് ഞാൻ ഇവിടെ നിന്നൊരു കത്തയക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രമുഖ കായിക താരത്തിനുണ്ടായിരുന്നൊരു അവസ്ഥ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉത്കണ്ഠപ്പെടുത്തുന്ന, ഇതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇങ്ങനെ ഇനിയൊരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയിക്കാം. അതിനിടെ ജയ്ഷയോ കോച്ചോ ആവശ്യപ്പെടാത്തതിനാലാണ് വെള്ളം നൽകാത്തതെന്ന വിചിത്രവാദവുമായി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. ഫെഡറേഷന്റെ വാദം തെറ്റാണെന്ന് OP ജയ്ഷ പ്രതികരിച്ചു. 42 കിലോമീറ്റർ മാരത്തോൺ ഓടുമ്പോൾ ഞാൻ ഒരിക്കലും വെള്ളം വേണ്ടെന്ന് പറയില്ല. എനിക്ക് അത്രയ്ക്കും വിവരമില്ലാത്തല്ല. കാരണം വെള്ളം വേണോ വേണ്ടിയോ എന്ന് എന്നോട് അവിടെയുള്ള ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ ആരോടും വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. OP ജയ്ഷയ്ക്ക് നേരിടേണ്ടി വന്ന കടുത്ത അവഗണനയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി KT ജലീൽ. മരുന്ന് കുത്തിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലും തലസ്ഥാനത്ത് ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലുമാണ് സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി KT ജലീൽ വ്യക്തമാക്കി. ആക്രമണകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെരുവുനായ്ക്കളെ കൊല്ലുന്ന ജനങ്ങൾക്കെതിരെ കേസെടുക്കില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. നായ്ക്കളുടെ വന്ധീകരണത്തിനും ആക്രമണകാരികളെ കൊല്ലുന്നതിനുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ വ്യക്തമാക്കി. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രതിസന്ധിയാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ VK പ്രശാന്തും വ്യക്തമാക്കി. അതേസമയം പേവിഷ പ്രതിരോധ വാക്സിൻ ലോബി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് പരിഹാരമായി കേന്ദ്രീകൃത പദ്ധതിയുമായി ജപ്പാൻ സംഘം വന്നിട്ടുണ്ടെന്നും ഇതിൽ ആദ്യ പരീക്ഷണ പദ്ധതി കൊച്ചിയിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയത്തിൽ പുനരാലോചന വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ. മുൻ സർക്കാരിന്റെ മദ്യനയം മൂലം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. വിനോദസഞ്ചാര മേഖലയിലെങ്കിലും മദ്യനയത്തിൽ ഇളവ് വേണമെന്നും മന്ത്രി പറഞ്ഞു. എന്നോട് കഴിഞ്ഞ ദിവസം മദ്യമില്ലാത്ത കൺവെൻഷൻ സെൻറ്ററിൽ അവിടെയൊന്നും മദ്യമില്ലല്ലോ. അവർ പറഞ്ഞു മാസത്തിൽ 20 ബുക്കിംഗ് കിട്ടിയിരുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ 2 ബുക്കിംഗാണ് വരുന്നത്. കോൺഫറൻസുകൾ കേരളത്തിൽ നിന്ന് പോവുകയാണ്. അത് വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ അംഗീകരിക്കണം. ഈ പറയുന്ന രീതിയിൽ മദ്യമൊഴുക്കണം എന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഈ പ്രശ്നം വന്നു പെട്ടിട്ടുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ആരായാലും
ചിലരത് രഹസ്യമായി പൊതിഞ്ഞു വെച്ച് പറയുന്നു. ഞാനത് കണ്ട പഠനത്തിൻ്റെ കാര്യം നിങ്ങളോട് വസ്തുതാപരമായി വിശദീകരിച്ചു. അതിൻ്റെ അർത്ഥം ഞാനുടനെ മദ്യഷാപ്പുകൾ കേരളത്തിലാകമാനം അനുവദിക്കണം എന്ന ആവശ്യമല്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും. മദ്യം ഓൺലൈനായി വിൽക്കില്ലെന്ന് എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. ഓൺലൈൻ വിൽപ്പന കൺസ്യൂമർ ഫെഡിന്റെ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഈ ഓൺലൈൻ മദ്യ വിൽപ്പന എന്നത് ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞത് മാത്രമേ അതൊരു നിർദ്ദേശം മാത്രമാണ്. എല്ലാ നിർദ്ദേശവും വരട്ടെ. നമുക്ക് ഓൺലൈൻ മദ്യ വിൽപ്പന നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല നിലവിലുള്ള നിയമവും അതിന് അനുവദിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ മേലെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അത്തരം നിർദ്ദേശങ്ങൾ പലതും വരുന്നുണ്ട്. ഗവൺമെന്റ് മുമ്പിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. മദ്യത്തെ എങ്ങനെ തടയാം, ലഹരി എങ്ങനെ തടയാം. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യ നൽകിയ 9 വിലാസങ്ങളിൽ 6 UN സ്ഥിരീകരിച്ചു. ദാവൂദ് പാകിസ്ഥാനിലില്ലെന്ന കാലങ്ങളായുള്ള പാക് വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. വിവിധ കാലഘട്ടങ്ങളിലായി പാകിസ്ഥാനിൽ നിന്നും കരസ്ഥമാക്കിയ പാസ്പോർട്ടുകളുടെ വിവരങ്ങളും ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടു. കറാച്ചി, റാവൽപിണ്ടി, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ വിലാസങ്ങളാണ് UN സ്ഥിരീകരിച്ചത്. ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് മുകളിലൂടെയുള്ള വ്യോമപാത ഒഴിവാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ജെറ്റ് എയർവേസ്, സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികളാണ് വ്യോമയാന മന്ത്രാലയത്തിൽ അപേക്ഷ നൽകിയത്. പാക് പാത ഒഴിവാക്കി അറബിക്കടലിന് മുകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് നടത്താൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. പാകിസ്ഥാൻ വഴി ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാന കമ്പനികളാണ് അഭ്യർത്ഥനയുമായി വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചത്. ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാക് വ്യോമപാതയിലെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നാണ് കമ്പനികൾ പറയുന്നത്. വ്യോമ നാവികസേനകൾക്ക് അനുവദിച്ചിട്ടുള്ള പാത ലഭ്യമാക്കണമെന്നാണ് സ്പൈസ് ജെറ്റ് നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാമ്പത്തിക കാരണങ്ങളും കമ്പനികളുടെ ആവശ്യത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. പുതിയ റൂട്ട് ലഭിച്ചാൽ ഇന്ധന ചെലവിൽ വലിയ കുറവ് വരുമെന്നും സ്പൈസ് ജെറ്റ് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച പഠന റിപ്പോർട്ടും വിമാന കമ്പനികൾ സമർപ്പിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, അധിക ഇന്ധന ചെലവ്, കാർബൺ പുറന്തള്ളുന്നതിലെ വ്യത്യാസം തുടങ്ങി പാക് പാതയിലൂടെ പറക്കുമ്പോഴുള്ള പ്രതികൂല ഘടകങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാന് മുകളിലൂടെയുള്ള പാത ഒഴിവാക്കിയാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിമാന കമ്പനികളുടെ അപേക്ഷയിൽ വ്യോമയാന മന്ത്രാലയം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുടങ്ങിക്കിടന്ന കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു. കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. കയർ മേഖലയ്ക്ക് 280 കോടിയിലധികം രൂപ അനുവദിക്കുമെന്നും കയർ മേഖല പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും മന്ത്രി തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. കയർ തൊഴിലാളികൾക്ക് വരുമാന സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനൊപ്പം തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുമെന്ന് കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴയിൽ കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വ്യവസായത്തെ സംരക്ഷിക്കും, വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കും, കേരളത്തിലെ കയർ വ്യവസായത്തെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒരാൾക്കും സംശയം വേണ്ട. അതിനു വേണ്ടിയുള്ളൊരു പുനഃസംഘടനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ പുനഃസംഘടന കുറച്ച് ചെലവേറിയിട്ടുള്ളതാണ്. അതിനുള്ള പണം കണ്ടെത്തുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് വൻകിട വ്യവസായശാല സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എല്ലാവരുമായി നമ്മുടെ ഈ വ്യവസായത്തെ സംരക്ഷിക്കണം, ഈ വ്യവസായത്തെ വികസിപ്പിക്കണം, ഇവിടെ തൊഴിലെടുക്കുന്നവർക്ക് സുരക്ഷിതത്വം നൽകണം. ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് കയർ തൊഴിലാളി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നിൽക്കണമെന്ന് ഞാൻ പറയാം. കയർ മേഖലയ്ക്ക് പഴയകാല പ്രൗഢി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാടുമായി മത്സരിക്കാൻ കഴിയുന്ന ആധുനിക യന്ത്ര സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കയർ അപ്പെക്സ് ബോർഡ് വൈസ് ചെയർമാൻ ആനത്തലവട്ടം ആനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയർ വികസന ഡയറക്ടർ എൻ പത്മകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുഗോപാൽ, CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംഘടനാ തെരഞ്ഞെടുപ്പും പുനഃസംഘടനയും ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറ്റമുണ്ടാകില്ലെന്ന് രമേശ് ചെന്നിത്തല. സംഘടനാ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ചെയ്യും. സുധാകരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ആ എല്ലാ വികാരങ്ങളും, ഞങ്ങൾ പ്രവർത്തകരുടെ വികാരങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള അനിശ്ചിതത്വവും മാറി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
കശ്മീർ പ്രശ്നത്തിൽ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്ന് AK ആന്റണി. സമാധാന ശ്രമങ്ങൾക്ക് സർക്കാർ മുൻകൈയെടുക്കണം. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമാണ് പലരും സ്വീകരിക്കുന്നതെന്നും ആന്റണി പറഞ്ഞു. പാർലമെന്റിൽ ഒന്നടങ്കം പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടതുപോലെ കാശ്മീരിലേക്ക് ഒരു ആൾപ്പാർ ഡെലിഗേഷൻ അയക്കണം. അതിനുശേഷം ഗവൺമെൻറ് മുൻകൈയെടുത്ത് പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റുമായിട്ടുള്ള ഡയലോഗ് ആരംഭിക്കണം. അതുമാത്രമാണ് കാശ്മീർ പ്രശ്നങ്ങൾ ഇപ്പോൾ വഴി. അല്ലാതെ ശക്തി കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാകാൻ സാധ്യമല്ല. ആവശ്യമില്ലാത്ത വീരസ്യം പറഞ്ഞുകൊണ്ട് അവിടെ പ്രകോപനം ഉണ്ടാക്കുന്നത് അപകടമാണ്.